ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിന് മുമ്പിലാണ്. അകത്തേക്ക് കയറിയില്ല. ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലേ അവരകത്തേക്ക് കയറ്റി വിടുള്ളൂ. ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അകത്തേക്ക് കയറി. ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ലൈറ്റ് ഹൗസിന് വേറൊരു പേരും കൂടിയുണ്ട്. കണ്ണൂരുകാരുടെ വിളക്കുമാടം എന്ന പേരിലും കൂടി ഇത് പറയപ്പെടുന്നുണ്ട്. ഈ ലൈറ്റ് ഹൗസ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ പട്ടണത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ വരുമ്പോൾ പയ്യാമ്പലം ബീച്ചിന് സമീപത്താണ് ഇത് ഉള്ളത്. നമ്മളെ സീ വ്യൂ പാർക്കും സർക്കാർ അതിഥി മന്ദിരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സർക്കാർ അതിഥി മന്ദിരത്തിനോടും ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2003 പ്രകാശ സംവിധാനം മാറ്റപ്പെട്ടു. അപ്പോൾ സി ടൈപ്പ് ദീപങ്ങൾക്ക് പകരം ഇവിടെ ഡി ടൈപ്പ് ദീപങ്ങൾ വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ദീപം പ്രകാശിപ്പിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ കണ്ണൂർ ലൈറ്റ് ഹൗസിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു മ്യൂസിയം കൂടിയുണ്ട്. ആ മ്യൂസിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ നിർമ്മിച്ച 4ാമത്തെ ലൈറ്റ് ഹൗസ് മ്യൂസിയം ആണെന്നാണ് അറിയപ്പെടുന്നത്. ആ മ്യൂസിയത്തിലാണെങ്കിൽ പഴയകാലത്തെ വിളക്കുകളുടെ ക്രമാനുഗമായ വികാസത്തെ രസകരമായ രീതിയിലാണ് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ 18ാം നൂറ്റാണ്ടിൽ നമ്മൾ ഉണ്ടായിരുന്ന പുരാതനവും അപൂർവമായ ലൈറ്റ്, ലൈസൻസ് തുടങ്ങിയ ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ മ്യൂസിയത്തിൽ പറയപ്പെടുന്നത്. മ്യൂസിയത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 3:30 ആയ ടൈമിനാണ് ഞാനിപ്പോൾ വരുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ലൈറ്റ് ഹൗസിലെ മ്യൂസിയമാണിത്. ഇവിടെ അകത്ത് കയറുമ്പോൾ നമ്മൾ പാദരക്ഷകളൊക്കെ പുറത്തയച്ചു കഴിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ കുറേ കുട്ടികളും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ അകത്ത് കയറി അവിടെയുള്ള ഓരോരോ ഉപകരണങ്ങളുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ആ 18ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന പുരാതനമായ ലൈറ്റ്സ്, അപൂർവമായ ലൈറ്റ്സ്, ലൈസൻസ് തുടങ്ങിയ ഉപകരണങ്ങളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഹൗസിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താ സ്റ്റെയർ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെയറുണ്ട്. നല്ല കിതപ്പാണ്. അയ്യോ, നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരണം ഗൈസ്. നല്ല ഭംഗിയാണ് ഇവിടെ. ഇതാ ഞങ്ങളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. കുറേ പേർ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വ്യൂ കാണുവാണ്. ഇനി ഇവിടുത്തെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നെക്കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ച് കാണാനൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ലൈറ്റ് ഹൗസിലും കൂടി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ഭംഗിയാണ്. നല്ല ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക്